കഥയിൽ നിന്നും കഥാകാരനിൽ നിന്നും ഗവർണറിൽ നിന്നും ഒരു പൂർണ്ണ രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയാണ് അങ്ങ്. ഇവിടെ സംസ്ഥാന BJP-യെ 2 വട്ടം നയിച്ചയാളാണ്. ഇനിയിപ്പോൾ ഒരു നേതൃമാറ്റത്തെക്കുറിച്ചുള്ള ആലോചനകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ സമയവുമാണ്. കേരളത്തിലേക്ക് തിരിച്ചു വരാൻ അങ്ങ് ആഗ്രഹിച്ചിരുന്നോ പാർട്ടിയെ നയിക്കാൻ? ഇത് ഒരു ഗവർണർ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ഞാൻ രാഷ്ട്രീയം പറയുന്നത് ശരിയല്ലേ. പക്ഷേ എനിക്ക് വ്യക്തമായ രാഷ്ട്രീയ അഭിപ്രായമുണ്ട്. അതിപ്പോഴേ വാസ്തവത്തിൽ കോൾഡ് സ്റ്റോറേജിലാണ്. അപ്പം ഞാൻ ഈ സമയത്ത് രാഷ്ട്രീയം ഇടപെടാറില്ല. പക്ഷെ ഒരു സത്യം ഞാൻ പറയാം. 2004 കേരളത്തിൽ നമ്മുടെ മലയാളികളായ 2 MP-മാരെ ഡൽഹിയിലേക്ക് അയക്കാൻ ഞാനന്ന് പാർട്ടി പ്രസിഡൻ്റാണ്, NDAക്ക് സാധിച്ചു. ഒന്ന് ലക്ഷദ്വീപിൽ നിന്ന് അതിൻ്റെ ചാർജ് 100% മുസ്ലിങ്ങൾ മാത്രമുള്ള ഒരൊറ്റ ഹിന്ദു വോട്ടറും ഇല്ലാത്ത ഒരു സംസ്ഥാനത്ത് നിന്നും അന്ന് ചരിത്രത്തിൽ ആദ്യമായിട്ട് സെയ്ദിനെ തോൽപ്പിച്ച് ഒരാൾ NDAയുടെ പേരിൽ പോയി. ഇവിടെ മൂവാറ്റുപുഴയിൽ നിന്നും അങ്ങനെ ഒരാളെ അയക്കാൻ നമുക്ക് സാധിച്ചു. അപ്പോൾ സാധിച്ച സമയത്ത് അന്നത്തെ പാർട്ടി പ്രസിഡൻ്റ് ആയിരുന്നുകൊണ്ടും അതിൻ്റെ ചാർജുള്ള ആളായതുകൊണ്ടും ലക്ഷദ്വീപ് ആയതുകൊണ്ടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, അപ്പോൾ മാറ്റം ഉണ്ടാവും. അന്ന് ആർക്കാണോ വാജ്പേയിന് അധികാരം കിട്ടിയത്, ജനങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തത്, ആ പാർട്ടിക്ക് കേരളത്തിൽ നിന്ന് ഒരു MP-മാർ പോലും ഉണ്ടായിരുന്നില്ല. സോ സ്ട്രാറ്റജിയാണ് ഇമ്പോർട്ടൻ്റ്. സ്ട്രാറ്റജിയിൽ ആരും അന്യരല്ല. ഈ ആരും അന്യരല്ല എന്നുള്ള നിലപാടിൽ കൂടെ നമ്മൾ മുന്നോട്ട് പോകാൻ സാധിക്കണം. ഞാൻ നിങ്ങളുടെ ഒരു സുഹൃത്തായ ഒരാളുടെ പറ്റി ഇന്നലെ എന്നോട് പറഞ്ഞൊരു കാര്യം പറയാം. അത് ഞാൻ അതിൻ്റെ പേരാരാണെന്ന് ഞാൻ പറയുന്നില്ല. ഇന്നലെ ഒരു പ്രമുഖ ചാനലിലെ ഒരു പ്രമുഖ ജേർണലിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞേക്കാം, ജെയിംസ്, അയാളുടെ മകളുടെ കല്യാണത്തിന് എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നലെ ഞാൻ വിളിച്ച് എനിക്ക് വരാൻ പറ്റിയില്ല, ഞാൻ അടുത്ത ദിവസം വരാമെന്ന് പറഞ്ഞു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഏറ്റവും കേരളത്തിലെ പ്രമുഖനായ ഒരു ഏറ്റവും ആരാണോ നായകൻ കേരളത്തിൽ ഉള്ളത്, ഒരു പ്രമുഖ രാഷ്ട്രീയ നായകൻ, അദ്ദേഹം പറഞ്ഞു, ആ ശ്രീധരൻപിള്ള എല്ലാ ക്രിസ്ത്യൻ സഭകളുടെയും നേതാക്കന്മാരുമായിട്ട് അവരെ വിശ്വാസം അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരു നല്ല ട്രെൻഡാണ്. എൻ്റെ പാർട്ടിക്ക് അങ്ങനൊരു ശ്രീധരൻപിള്ള ഇല്ലാതെ പോയല്ലോ, കാരണം ഈ ക്രിസ്ത്യൻ സഭകളിലേക്ക് പോയതിൻ്റെ കാര്യം ഉദാഹരണം പറഞ്ഞാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് ഇന്നലെ പറഞ്ഞത് ഫോണിൽ ഇങ്ങനെ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ ആരാന്ന് പറയുന്നില്ല. അപ്പോൾ ഇതൊരു എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകണം. അങ്ങനെ മുന്നോട്ട് പോകുമ്പം ഒരുപാട് അനന്തമായ സാധ്യതകൾ ഞാൻ ഉൾക്കൊള്ളുന്ന ആശയത്തിന് കേരളത്തിലുണ്ടെന്ന് കരുതുന്നു. വ്യക്തിപരമായ ആരുടെയെങ്കിലും നേട്ടമോ കോട്ടമോ ഒന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ എല്ലാവരെയും ഉൾക്കൊള്ളുക, എല്ലാവരെയും ചേർത്ത് നിർത്തുക എന്ന് പറയുമ്പോൾ ആ എല്ലാവരിലും മുസ്ലിങ്ങളും ഉൾപ്പെടുന്നുണ്ട്. പക്ഷേ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ദിനത്തെക്കുറിച്ച് RSS മേധാവി പറഞ്ഞതും അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമല്ലോ. മാഡം, ഈ രാഷ്ട്രീയ രംഗത്ത് എന്തെങ്കിലും അടർത്തിയെടുത്ത് ഉള്ള വാക്കുകളിലൂടെയാണ് നമ്മുടെ എല്ലാ വ്യാഖ്യാനങ്ങളും കേരളത്തിൽ പോകുന്നത്, ഏത് രാഷ്ട്രീയം പോലും. അപ്പോൾ അത് ഒക്കെ കേരളത്തെ കൊണ്ടല്ലല്ലോ ഈ വാജ്പേയിജി ആയാലും നരേന്ദ്രമോദിജി ആയാലും അധികാരത്തിൽ വന്നത് ഇവിടുന്നുള്ള പിൻബലം കൊണ്ടല്ലല്ലോ, വോട്ടിൻ്റെ പിൻബലം കൊണ്ടല്ലല്ലോ. അത് ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല, മലയാളികളെ കുറ്റപ്പെടുത്തുകയല്ല. അപ്പം അങ്ങനെയുള്ള ഒരു സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ഞാനൊരു ഉദാഹരണം പറയാം. ഇന്ന് എൻ്റെ ഈ പരിപാടി ഇവിടെ നടക്കുന്നു. ആരാ സംഘടിപ്പിക്കുന്നത്? ആ സംഘടന ആരുടേതാ? എല്ലാം മുസ്ലിം സമൂഹത്തിൽപ്പെട്ടവരാണ് 90% അതിലുള്ളത്. അതിലേക്കാണ് ഞാൻ വന്നത്. അങ്ങ് എല്ലാവരെയും ഉൾക്കൊള്ളുന്നയാളാണ്, അഡ്വക്കേറ്റ് പി ശ്രീധരൻപിള്ള, അങ്ങ് എല്ലാവരെയും ഉൾക്കൊള്ളുന്നയാളാണ് എന്ന് പറഞ്ഞ് ക്രൈസ്തവ സഭകളെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ പരിപാടിയിലേക്ക് കണക്ട് ചെയ്യാനാണത് ചോദിച്ചതും. അതേക്കുറിച്ച് കൂടി പ്രേക്ഷകർ അറിഞ്ഞിരിക്കണം. ഇൻഡോ അറബ് കോൺഫെഡറേഷൻ കൗൺസിലിന്റെ ആഭിമുഖ്യത്തിലാണ് ഇന്നത്തെ ഈ പുസ്തക പ്രകാശന ചടങ്ങ് നടക്കുന്നത് കാലിക്കറ്റ് ടവർ ഹാളിൽ. അതിലാണ് അഡ്വക്കേറ്റ് പി ശ്രീധരൻപിള്ള ഗോവ ഗവർണറിന്റെ 251-ാമത്തെ പുസ്തകമായ വൃക്ഷ ആയുർവേദവും 252-ാമത്തെ പുസ്തകമായ ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ദ ഓൾ മൈറ്റിയും അതിൽ പങ്കെടുക്കുന്ന ആളുകൾ മേയർ ബീന ഫിലിപ്പ്, കോഴിക്കോട് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ, അമൃതാനന്ദമയി മിഷൻ കോഴിക്കോട് മഠാധിപതി സ്വാമി വിവേകാമൃതാനന്ദപുരി എന്നിവരാണ് പുസ്തകങ്ങളുടെ പ്രകാശനം നിർവഹിക്കുന്നത്. വൈകിട്ട് സുവർണ ജയന്തി ആഘോഷ സമ്മേളനമുണ്ട്. അതിൽ പങ്കെടുക്കുന്നത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദപുരി, ബസേലിയോസ് മാർത്തോമ മാത്യൂസ് കാത്തോലിക്ക ബാവ, മുൻ കേന്ദ്രമന്ത്രി O രാജഗോപാൽ, MK രാഘവൻ MP അഹമ്മദ്. അങ്ങനെ വിശാലമായ ഒരു സദസ്സ് ഈ പരിപാടിക്കുണ്ട്. അതും കൂടി നമ്മൾ പ്രേക്ഷകരോട് പറയേണ്ടതില്ലേ സർ? ഉണ്ട്, അതൊക്കെ സ്വാഭാവികമാണ്. സ്നേഹം കൊടുത്താൽ സ്നേഹം കിട്ടും. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. 90 അവസാനിക്കാന്ന് പറഞ്ഞാൽ വേറെ ആവശ്യം കൂടെ ഉണ്ട്. ഇവിടെ വേറൊരു ചാനലും നിൽക്കുന്നുണ്ട് ഇപ്പം തന്നെ. അപ്പോൾ ഞാൻ 91 ഞാൻ ജില്ലാ പ്രസിഡൻ്റായിരുന്നു ഒരു പാർട്ടിയുടെ. അറിയാമല്ലോ, എൻ്റെ പാർട്ടി താങ്കൾക്ക് അറിയാമല്ലോ,
അപ്പോൾ ആ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുമ്പം ഇന്ത്യയിൽ ആദ്യമായി ഒരു ന്യൂനപക്ഷ കൺവെൻഷൻ കോഴിക്കോട് അളകാപുരിയിൽ വെച്ച് ഞാൻ വിളിച്ചു ചേർത്തു. അതിലാണ് പ്രമുഖരായ, ഞാൻ പേരുകളൊന്നും പറയുന്നില്ല, ആളുകളെല്ലാം പങ്കെടുത്ത. അതിനെ തുടർന്ന് അന്നത്തെ ജില്ലയിൽ കോടഞ്ചേരി, വിലങ്ങാട് 3 സ്ഥലങ്ങളിൽ ന്യൂനപക്ഷം മാത്രമുള്ള, അവിടെ ഹിന്ദുക്കളില്ലാത്ത ഏറിയാണത്. ആ ഏരിയയിൽ പാർട്ടിയുടെ യൂണിറ്റുകൾ ഉണ്ടാക്കാൻ സാധിച്ചു. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, അസാധ്യമായിട്ടൊന്നുമില്ല. കുപ്രചരണങ്ങളെ കൊണ്ട് ജനമനസ്സുകളെ വഴിതെറ്റിക്കുന്ന പ്രചരണ രംഗമാണ് കേരളത്തിലുള്ളത്. അതിനെ അതിജീവിക്കാനുള്ള പ്രായോഗിക സമീപനം സ്വീകരിച്ചാൽ, എനിക്കിപ്പോൾ ആ പാർട്ടിയിൽ അംഗത്വമില്ലാത്ത ആളാണ്, പക്ഷേ സാധിക്കുമെന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയ്ക്കുള്ള എൻ്റെ അഭിപ്രായം. തീർച്ചയായും. അപ്പോൾ വൃക്ഷ ആയുർവേദം, അതോടൊപ്പം ആൾട്ടിറ്റ്യൂഡ് ഓഫ് ദ ഓൾമൈറ്റി, ഈ 2 പുസ്തകങ്ങളും പ്രകാശനം ചെയ്യപ്പെടുകയാണ്. നേരത്തെ 3 ഗവർണർമാർ ചേർന്ന് പ്രകാശനം ചെയ്ത ആ ചടങ്ങ്, അതായിരുന്നു ഇതുവരെ ഏറ്റവും കൂടുതൽ സംസാര വിഷയമായത്. അന്നത്തെ ആ ചടങ്ങിൽ പറഞ്ഞ കാര്യങ്ങൾ അതും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. 2021 ഡിസംബറിലാണെന്ന് തോന്നുന്നു അങ്ങയുടെ 8 പുസ്തകങ്ങൾ 3 ഗവർണർമാർ ചേർന്ന് പ്രകാശനം ചെയ്തത്, അല്ലേ? അതുപോലെ ഒരു വലിയ ചടങ്ങല്ലേ ഇന്നും നടക്കാൻ പോകുന്നത്? അതെ, അതിലത് പങ്കെടുത്തൊരു ഗവർണറാണ് നമ്മുടെ ഇപ്പോഴത്തെ കേരള ഗവർണർ. അദ്ദേഹമാണ് പറഞ്ഞത്, ഗോവ രാജ്ഭവൻ എന്ന് പറയുന്നത് അത് ലോകഭവൻ, അത് ഹിമാചൽ ഗവർണറായിരുന്നു, ലോകഭവനാണ്. ജനങ്ങളുടെ ഭരണം ഇതായിട്ട് ഒരു രാജ്ഭവനെ മാറ്റി എന്ന് പറയുന്നത് അന്ന് ശ്ലാഘിച്ചത് ഞാൻ ഓർക്കുന്നു.